പ്രിയപ്പെട്ടവരെ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ആസ് യൂഷ്വൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പുട്ടും കടലയും ആയിരുന്നു. അതിനുശേഷം ഇപ്പം ചോറിൻ്റെ പരിപാടിയിലേക്ക്, ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടിയിലേക്ക് ഞാൻ കടക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അരി വാർത്ത് കഴിഞ്ഞു, ചോറ് വാർത്തിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് ചോറിനൊഴിക്കാൻ ഒരു നല്ല അടിപൊളി, നല്ല രുചികരമായ, നല്ല വെറൈറ്റിയായ, നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു ഒഴിച്ചു കറിയാണ് ഞാൻ വയ്ക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തുമായിട്ട്, ആരോഗ്യപ്രദമായിട്ട് വളരെ നല്ലതാണ്. ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കാമെന്ന്. ഈ അടുപ്പത്തിൽ കത്താൻ വിഷമോ, പക്ഷെ ഈ അടുപ്പ് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഈ അടുപ്പ് ചീനച്ചട്ടി വെച്ചു, തീ കത്തിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ഒഴിച്ചു. ഈ അടുപ്പാണ് നിങ്ങൾ കാണുന്നുണ്ട്. ഇതാണ് എളുപ്പമാകും, എളുപ്പം കുറച്ചും കൂടെ കത്തുന്നുണ്ട്. കടുക്, ഉലുവ, ഒരു നുള്ളു ഉഴുന്ന് പരിപ്പ്, പറ്റൽ മുളക്, ഇത്രയുമാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. ഈ കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടുമ്പോൾ നമ്മൾ അതിലേക്ക് ചെറിയുള്ളി, വെള്ളുള്ളി, ഇതിന് വെള്ളുള്ളി മസ്റ്റാണ്. ചെറിയുള്ളി, വെള്ളുള്ളി, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്ര അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. കാണുന്നുണ്ടോ ഇത്? വെളിച്ചെണ്ണ അല്പം കൂടിപ്പോയോ എന്നൊരു സംശയം. വെളിച്ചെണ്ണ ഒരല്പം കൂടിപ്പോയോ എന്നൊരു സംശയം ആണെങ്കിൽ ആ ഒരു പാത്രത്തോട് കുറച്ചിങ്ങെടുക്കും. ഇതാണ് ഇന്നത്തെ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇത് മുരിങ്ങയില കൊണ്ട് നമ്മൾ പരിപ്പ് ഉണ്ടാക്കാറുണ്ട്. വെറും മുരിങ്ങയില കൊണ്ട് നമ്മൾ വെറുതെ മുരിങ്ങയില വഴറ്റിയിട്ട് നാളികേരം അരച്ച് കറി വയ്ക്കാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതൊരു വെറൈറ്റി. ഇനി നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം കൂടിയിട്ട് ഇത് പൊട്ടുമ്പോൾ നമ്മളതിലേക്ക് ഒരുപാട് മൂക്കണ്ട, കുറച്ച് കഴുകി വാരി വെച്ചിരിക്കുന്ന, ഇതൊക്കെ നന്നായിട്ട് ഊരിയെടുത്ത് കഴുകി വാരി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയാണ്. ഈ മുരിങ്ങയില അതിലേക്ക് ഇടുക. ഇത് നമ്മൾ ഇളക്കി കൊടുക്കുക. മുരിങ്ങയില നല്ലോണം ഒന്ന് വാടട്ടെ. വാടുമ്പോൾ കുറച്ചേ കാണുള്ളൂ. വഴയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിടാം. നിങ്ങൾ വിചാരിച്ചില്ലേ വെളിച്ചെണ്ണ ഒരുപാടൊന്നുമില്ല, ഇത്രയല്ല പാടുണ്ടേ.
അപ്പോൾ എന്തൊക്കെയാണ്? ചീനിച്ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, എണ്ണ മൂത്തപ്പോഴേ കടുകും ഉലുവയും ഇട്ടു, ഒരു നുള്ള് ഉഴുന്ന് പരിപ്പിട്ടു, പച്ചമുളക് ഇട്ടു, കറിവേപ്പില വേണ്ട, ഇത് ഇലയല്ലേ. എന്നിട്ട് നമ്മളതിനെ നന്നായിട്ട് വഴറ്റി കാണും. അതിൻ്റെ മറന്നു പറയാം, വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക്, ഉഴുന്ന്, പിന്നെ വറ്റൽമുളക് ഇതെല്ലാം കൂടിയിട്ട് പൊട്ടിയപ്പോൾ നമ്മളതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി ഏറെ വേണം, ചെറിയുള്ളി, വെള്ളുള്ളി മെയിൻ, ഇതെല്ലാം കൂടെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ടു, കടുവ വറുത്തതിലേക്ക് ഇട്ടു. അതൊന്ന് ഒരുവിധം ഒന്ന് ഒരുപാട് മൂക്കണ്ട ആകുമ്പോഴത്തേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില അതിലേക്കിട്ട് ഇനി ഈ അടുപ്പിലേക്ക് വെക്കാം. കാരണം ഇനി ചെറിയ തീ മതി, അതുകൊണ്ട് ഈ അടുത്ത് വയ്ക്കാം. ഈ ചീനിച്ചട്ടി പൊള്ളില്ല കൈ കേട്ടോ. ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പിട്ടു, ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടു. മുരിങ്ങയില തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരുന്നു. ഇനി നമ്മളിതിലേക്ക് ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട ആള്, കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളത്തിന് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട്. ഡയബറ്റിക് പേഷ്യൻറ്റിന് മാത്രമേ കഞ്ഞിവെള്ളം ബുദ്ധിമുട്ടുണ്ടാകൂ, ബാക്കി എല്ലാവർക്കും നല്ലതാണ്. അതും പഴങ്കഞ്ഞിയുടെ വെള്ളമാണെങ്കിൽ ഡയബറ്റിക്കുകാർക്ക് ഉത്തമമാണ്. പക്ഷേ ഇത് ഡയബറ്റിക്കാർക്കും കൂട്ടാം, കാരണം ഇത് മുരിങ്ങയില ഉള്ളതുകൊണ്ട്. ഇത് നമ്മൾ ഈ കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഞാൻ അരി ഊറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പം തന്നെ ഞാൻ കഞ്ഞിവെള്ളം എടുത്തു വെച്ചു. ഞാനിതിന് ഉപ്പൊന്ന് നോക്കട്ടെ. ഇതിൽ നമ്മൾ മുളകൊന്നും ഇടണ്ട, കാരണം ഇതിനകത്ത് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, വറ്റൽമുളക് കടുക് താളിക്കാൻ ഇട്ടിട്ടുണ്ട്, നിറയെ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്, വെള്ളുള്ളി, ചെറിയ ഉള്ളി ആവശ്യാനുസരണം അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ടാണ് വഴറ്റിയത്. ഇനി ഇത് ഈ കഞ്ഞിവെള്ളവും മുരിങ്ങയിലയും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്കതിനെ വാങ്ങി അടച്ച് വെച്ചാൽ മതി. ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുകയോ കടുക് താളിക്കുകയോ ഒന്നും വേണ്ട. ആദ്യം നമ്മൾ കടുക് താളിച്ചിരുന്നല്ലോ. നോക്കൂ, ഇത്രയും സ്വാദിഷ്ടമായ, ഇത്രയും പോഷക സമ്പുഷ്ടമായ ഒരു ഒഴിച്ചുകറി വേറൊന്നുമില്ല. ഇതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം മുരിങ്ങയില കൊണ്ട് നിങ്ങൾ മുരിങ്ങയിലയും പരിപ്പും വെച്ചിട്ടുണ്ട്, മുരിങ്ങയില തന്നെ പരിപ്പ് വെച്ചിട്ടുണ്ട്, പരിപ്പ് കറി വെച്ചിട്ടുണ്ട് അല്ലേ, അങ്ങനെ പലതരം കറികൾ മുരിങ്ങയില തോരൻ വെച്ചിട്ടുണ്ട്. പക്ഷേ മുരിങ്ങയില കൊണ്ട് മുരിങ്ങയിലയും കഞ്ഞിവെള്ളവും ചേർത്തുള്ള ഒരു ഒഴിച്ചുകറി നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. വളരെ രുചികരമാണ്. ഇത് നേർത്ത കഞ്ഞിവെള്ളം എടുക്കണം കേട്ടോ, ഒരുപാട് കട്ടിയാകരുത്, എന്നാൽ ഒരുപാട് ലൂസുമാകരുത്. മുളക് വറുത്തപ്പുളിക്കൊക്കെ എടുക്കുന്ന അത്രയും ലൂസാകരുത്. മുളക് വറുത്തപ്പുളിക്ക് വെള്ളം നമ്മൾ പുളിവെള്ളം ലൂസാക്കില്ലേ, അത്രയും ലൂസാക്കരുത്. കഞ്ഞിവെള്ളം അത്യാവശ്യം നല്ല കഞ്ഞിവെള്ളം, ഒരുപാട് ലൂസുമാകരുത്, ഒരുപാട് കട്ടിയുമാകരുത്. ഇത് കിടന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്.
ആ മുരിങ്ങയിലയും കഞ്ഞിവെള്ളവും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു മണം തന്നെ എന്തൊരു മണമെന്നറിയാം. ഞാനിത് ഒരു ഗ്ലാസം കുടിക്കും. ഡയബറ്റിക്കാർക്കും ഇത് കഴിക്കാം, കാരണം മുരിങ്ങയില ഉണ്ടല്ലോ, അതുകൊണ്ട്. ഇത് കിടന്ന് വെട്ടിത്തിളക്കട്ടെ. നല്ല വളരെ സ്വാദുള്ള ഒരു ഒഴിച്ചുകറിയാണിത്. നിങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിലുണ്ടല്ലോ മുരിങ്ങയില, എല്ലാ വീടുകളിലും ഉണ്ട്, മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ട്. ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് ഇഷ്ടംമാതിരി കിട്ടും അല്ലേ. അപ്പോൾ നിങ്ങളിതിങ്ങനെ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. വളരെ രുചികരവുമാണ്, ഡയബറ്റിക്കാർക്കൊക്കെ കഴിക്കാം. വളരെ ആരോഗ്യപ്രദവുമായിട്ടുള്ള ഈ മുരിങ്ങയില കൂട്ടാൻ നിങ്ങളെല്ലാവരും വെച്ച് കഴിക്കണം. ഇത് തിളച്ചു കേട്ടോ. ഇനി നമുക്കിത് വാങ്ങാം. ഈ ചീനിച്ചട്ടിക്ക് ചെറിയ ചൂടുണ്ട്, വലിയ ചൂടില്ല. നോക്കട്ടെ. ഇതിലേക്ക് ഒഴിക്കാം. ഇതാ സ്വാദിഷ്ടമായ മുരിങ്ങയില ഒഴിച്ചുകറി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം കേട്ടോ. ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം കേട്ടോ. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരയു. താങ്ക് യു സോ മച്ച്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.